അത് ഞാൻ കണ്ട കാര്യമാണ്. ഈ കിടപ്പ് രോഗികൾക്ക് ഒരു നേരം അങ്ങാണേ കൊടുക്കുള്ളൂ, വെള്ളം ഒട്ടും കൊടുക്കില്ല. ഇവർക്ക് കുറച്ചേ കൊടുക്കുള്ളൂ കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് അഗതി മന്ദിരം കൂടിയാണെന്ന് മനസ്സിലായത്. ലക്ഷ്മി അവിടുത്തെ സെർവൻ്റ് അല്ല, ആ കുട്ടിയെ കൊണ്ട് ജോലി ചെയ്യിക്കണമെന്ന് പറഞ്ഞ് പിറ്റേന്ന് തിളപ്പിച്ചൂറ്റി അത് തന്നു. ഉച്ചയ്ക്ക് രാവിലെ കഞ്ഞിയും തന്നു, ഉച്ചയ്ക്ക് പിന്നെ ചോറും തന്ന്, വൈകിട്ട് കഞ്ഞിയായിട്ട് തന്നപ്പോൾ അത് പുളിച്ചു പോയായിരുന്നു. ഇവിടുത്തെ അന്തരീക്ഷം മോശമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതെല്ലാം കൂടി വലിയൊരു PVC പൈപ്പ് വെച്ചിട്ടുണ്ട്. ഈ CWC വെച്ച് കൊടുത്ത ബിൽഡിങ്ങിൻ്റെ അടിയിലേക്കാണ് ആ വലിയ PVC പൈപ്പ് പോയിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൂടെ കുത്തിക്കളഞ്ഞ് എനിക്കെതിരെ ഒരുപാട് അറ്റാക്ക് വരുന്നുണ്ട്, സൈബർ ബുള്ളിങ് വരുന്നുണ്ട്. കുറേ വീഡിയോ ഇരിക്കുന്നത് ഞാൻ ഇനി റിലീസ് ചെയ്യത്തില്ല, നിയമപരമായിട്ട് പോകട്ടെ. അപ്പം ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാം. കുറേ ദിവസം ലക്ഷ്മിക്ക് ഫുഡൊന്നും കൊടുത്തിട്ടില്ലായിരുന്നെന്ന് ലക്ഷ്മി തന്നെ അച്ഛനോട് പറഞ്ഞു. കിണറിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ അമ്മ ഒറ്റയ്ക്ക് കിടത്തിയിരിക്കുന്നത്. പക്ഷെ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് CI പറഞ്ഞിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. കൊറോണ സമയത്ത് ഞങ്ങൾക്ക് വർക്കൊന്നും ഇല്ലാതിരുന്ന സമയമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്ഥാപനം പൂട്ടി, 1 വർഷത്തോളം റെൻ്റൊക്കെ കൊടുത്ത്. പിന്നെ ഹസ്ബൻഡ് വയനാട്ടിലേക്ക് വർക്കിനായി പോയി. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. വേറെ ഒരു പ്രോഗ്രാമും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു പരസ്യം കണ്ടപ്പോൾ എന്നാൽ കുറച്ച് നാൾ അവിടെ പോയി നിൽക്കാം, വെറുതെ വീട്ടിൽ ഇരിക്കേണ്ട എന്ന് കരുതിയാണ് 2022 ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് ചെല്ലുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് വാർഡനാണെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ചിൽഡ്രൻസ് ഹോം എന്നാണ് കണ്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് അഗതി മന്ദിരം കൂടിയാണെന്ന് മനസ്സിലായത്. എൻ്റെ അടുത്ത് പറഞ്ഞ് ചിൽഡ്രൻസ് ഹോമിൽ വാർഡനായിട്ട് നിൽക്കണമെന്ന്. എനിക്ക് കാല് മേലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഓൾഡ് ഏജ് ഹോമിലേക്ക് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ വാർഡനായിട്ട് നിന്ന്. ഫസ്റ്റ് ദിവസം ചെന്നു, പുള്ളിക്കാരത്തി എൻ്റെ കയ്യിൽ നിന്നൊരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് മേടിച്ചു. നല്ല പ്രസന്നമായിട്ട് ശാന്തമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നേ, വളരെ പുഞ്ചിരിയോടെ. ഞാൻ അവിടെ ഡ്യൂട്ടിക്ക് കയറിയ സമയം തൊട്ട് പുള്ളിക്കാരത്തിയുടെ ഒരു മൈൻഡേ അങ്ങ് മാറി. വളരെ ക്രൂവലായിട്ടാണ് പിന്നെ പെരുമാറുന്നത്. നമുക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ അതിനകത്തുള്ള ആൾക്കാരെ കൊണ്ട്, അതായത് ഉള്ളിലൊരു പെൺകുട്ടിയുണ്ട് ലക്ഷ്മി എന്ന് പറയണേ, ആ കുട്ടിയെ കൊണ്ട് ജോലി ചെയ്യിക്കണമെന്ന് പറഞ്ഞ്. ഈ ലക്ഷ്മി അവിടുത്തെ സെർവൻ്റ് ആണെന്ന് കരുതിയിരുന്നേ ഞാൻ. പിന്നെ 2ാമത്തെ ദിവസമാണ് ഞാൻ അറിയുന്നത് ലക്ഷ്മി അവിടുത്തെ സെർവൻ്റ് അല്ല. കാരണം വയ്യാണ്ട് വന്ന സമയത്ത് ശരീരം തീരെ വയ്യ, ചേച്ചി എഴുന്നേക്കാൻ ശരീരം തളരുന്ന പോലെ. അപ്പം ഞാനാണ് അവിടെ ക്ലീൻ ചെയ്തതും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തത്. പിന്നെ ഞാൻ ചെന്നതിൻ്റെ 2ാമത്തെ ദിവസം അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. ആ അന്നദാനം വൈകുന്നേരമായിരുന്നു. രാവിലെ എൻ്റെ അടുത്തെന്ന് പറഞ്ഞു അവിടെ മൊത്തം ക്ലീൻ ചെയ്യിക്കണം, അവിടെ ഇവരെ കൊണ്ട് ചെയ്യിക്കണമെന്ന് പറഞ്ഞു. അമ്പിളിയെ കൊണ്ട് തന്നെ അവിടെ എല്ലാം ക്ലീൻ ചെയ്യിച്ചു, എല്ലാവരെയും കുളിപ്പിച്ച് വൃത്തിയാക്കി. ഇവർക്ക് ഈ നമ്മൾ സാധാരണ അലക്കണ സോപ്പാണ് ഇവർക്ക് കുളിക്കാൻ കൊടുക്കുന്നത്. കുട്ടികൾക്ക് അല്ലാതെയുള്ള സോപ്പ് കൊടുക്കും. അപ്പം ഇവർ ഈ ഇരിക്കണല്ലേ, അവർക്ക് പ്രായമുള്ളവരല്ലേ, മുഷിവാണ്. അലക്കിയാലും ആ മുഷിപ്പ്, കുളിച്ചിട്ട് വന്നാലും മുടിയിലൊക്കെ നല്ല ഈർപ്പം സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ കുറേ പ്രാവശ്യം ഈ മോളോട് പറഞ്ഞു, വർഷമോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംഭവം. അത് കഴിഞ്ഞിട്ട് അന്നദാനം ഉണ്ടായിരുന്നു. രാത്രിയിൽ അന്നദാനം കഴിച്ചു. പിറ്റേന്ന് തിളപ്പിച്ചൂറ്റി അത് തന്നു. ഉച്ചയ്ക്ക് രാവിലെ കഞ്ഞിയും തന്നു, ഉച്ചയ്ക്ക് പിന്നെ ചോറും തന്ന്, വൈകിട്ട് കഞ്ഞിയായിട്ട് തന്നപ്പോൾ അത് പുളിച്ചു പോയായിരുന്നു. അപ്പം ഞാൻ അമ്മമാരുടെ അടുത്ത് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഈ സ്ഥിരം ഇങ്ങനെ തരുമോ, ഇതെന്താ ഇന്ന് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇടയ്ക്കിടയ്ക്കൊക്കെ അന്നദാനം ഉണ്ടെങ്കിൽ ഇങ്ങനെ തരാറുണ്ട്. കുട്ടികളുടെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പം കുട്ടികൾ പറഞ്ഞ് ഞങ്ങൾക്ക് തരാറില്ല, അമ്മമാർക്ക് കൊടുക്കാറുണ്ടെന്ന്. എന്നാൽ അവിടുത്തെ കുട്ടികൾ തന്നെയാണ് ഈ പാചകം ചെയ്ത് വെക്കുന്ന ഫുഡ് എടുത്തുകൊണ്ട് വരുന്നത്. ഇതിനകത്ത് പിടിച്ച് എടുത്തുകൊണ്ട് വരുന്നത് അവർ തന്നെയാണ്. അതായത് ഇപ്പം മരുമകളായ കുട്ടിയും അപ്പം 10th കഴിഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു ആ കുട്ടികൾ. ആ സമയത്ത് അഡ്മിഷൻ എടുക്കുന്ന ജൂലൈ മാസം, ക്ലാസ് തുടങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ പീഡിപ്പിച്ചെന്ന് പറഞ്ഞൊരു കുട്ടി എൻ്റെ പേരിലൊരു കംപ്ലൈൻറ്റ് കൊടുത്തില്ലേ, ആ കുട്ടിയും രണ്ടുമാണ് ഇത് എടുത്തുകൊണ്ട് വരുന്നത്. ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ അന്തരീക്ഷം മോശമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം ഈ അന്നദാനം നടക്കുന്നതിൻ്റെ അന്ന് നല്ല മഴയുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു 3:45 4 മണിക്കകം കുട്ടികളെത്തി. കുട്ടികൾ സ്കൂൾ ബസ്സിലാണ് വരുന്നത്. വരുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. ഇവർ വന്നു കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നത് ഫുഡിൻ്റെ വേസ്റ്റും പിന്നെ അല്ലാതെ ഫ്രൂട്ട്സിൻ്റെ ഇതും ബാക്കി കേടായതും
പിന്നെ ഇവർ ഉടുക്കുന്ന ഡ്രസ്സുണ്ട്, ഈ കുട്ടികൾക്ക് സൂട്ടാവാത്ത ഡ്രസ്സാണ് ഉടുക്കുന്നത്. അപ്പോൾ ഈ അന്നദാനമൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ വരുമ്പം അവർ ഉടുത്തത് ഇവർക്ക് കഴുകാനൊന്നും അറിയില്ല, എങ്ങനെയെങ്കിലും കഴുകുക. അപ്പോൾ അവർ അത് ഇട്ടുകൊണ്ട് നിൽക്കാതിരിക്കാൻ വേണ്ടി അതെല്ലാം കൂടി വലിയൊരു PVC പൈപ്പ് വെച്ചിട്ടുണ്ട്. ഈ CWC വെച്ച് കൊടുത്ത ബിൽഡിങ്ങിൻ്റെ അടിയിലേക്കാണ് ആ വലിയ PVC പൈപ്പ് പോയിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൂടെ കുത്തിക്കളഞ്ഞ് ഞാനപ്പോൾ അടുത്ത് ചെന്നിട്ട് ചോദിച്ചത് എന്താ പറയാ, ഇത് ഇന്ന് അന്നദാനം ഉണ്ട്, അപ്പോൾ പുറത്തുനിന്ന് ആൾ വരും, അപ്പോൾ ഇവിടെ വേസ്റ്റൊക്കെ കിടക്കാൻ പാടില്ല. ഈ കരിയിലെ എല്ലാം ഈ കുത്തിക്കളയുന്ന ഇതിനകത്തൂടെ അവിടെ അടിച്ചു വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് നിരീക്ഷിക്കാൻ തുടങ്ങിയത്. പുളിച്ച കഞ്ഞിയും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പൂർണ്ണമായും മനസ്സിലായി. എന്നിട്ട് ഞാൻ തലേന്ന് അമ്മമാരുടെ അടുത്തും എന്നോട് നല്ല സ്നേഹമായിട്ട് പെരുമാറുന്ന കുട്ടികളുടെ അടുത്തും പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവുക. അപ്പം ഞങ്ങൾ ഇവർക്ക് കുറച്ചേ കൊടുക്കുള്ളൂ കേട്ടോ. ഈ കിടപ്പ് രോഗികൾക്ക് ഒരു നേരം അങ്ങാണേ കൊടുക്കുള്ളൂ. കാരണം അത് ഞാൻ കണ്ട കാര്യമാണ്. കാരണം ഞാൻ ചോദിച്ചു, അപ്പുറത്ത് കിടക്കുന്ന ഒരമ്മ ഒറ്റയ്ക്ക് കിടന്ന് വയലൻ്റായിട്ട് ബഹളം ഉണ്ടാക്കുന്ന ഒരു അമ്മയുണ്ട്. അപ്പോൾ ആ അമ്മയ്ക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു, അത് ഇപ്പം കൊടുക്കണ്ട, അത് ഭയങ്കര ബഹളമാണ്, അത് 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കിടപ്പ് രോഗി അവർ മലമൂത്ര വിസർജനം കിടന്ന് ചെയ്യുമല്ലേ. അപ്പം അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ ഇതുവരെ എനിക്കെതിരെ ഒരുപാട് അറ്റാക്ക് വരുന്നുണ്ട്, സൈബർ ബുള്ളിങ് വരുന്നുണ്ട്, ഇവള് ഇതെടുക്കാൻ വേണ്ടിയാണെന്നുള്ളത്. അതുകൊണ്ട് കുറേ വീഡിയോ ഇരിക്കുന്നത് ഞാൻ ഇനി റിലീസ് ചെയ്യത്തില്ല, ഞാനിനി അത് പുറത്തേക്ക് കാണിക്കില്ല. ഇത് നിയമപരമായിട്ട് പോകട്ടെ. അപ്പം ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാം. ഈ അവിടെയുള്ള അന്തേവാസികൾ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഒരു നേരം ആഹാരം തരുന്നുള്ളൂ എന്ന്. എന്തായിരുന്നു അവർ പറഞ്ഞത്? അല്ല, അന്തേവാസികൾക്ക് ഒരു നേരമല്ല ആഹാരം, വയറ് നിറച്ച് കൊടുക്കില്ല. പിന്നെ ഡെയിലി കഞ്ഞി കുടിക്കുമ്പം പോഷകാഹാരം ഉള്ളിൽ ചെല്ലണ്ടേ. ഡെയിലി കഞ്ഞി കുടിക്കുമ്പം അതൊരു ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കലറിയും ചെല്ലുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ. അവർ ഉള്ളിൽ ശരീരത്തിനുള്ളിലേക്ക് പോഷകാഹാരം ചെന്നെങ്കിലല്ല അവർക്കും ഒരു എഴുന്നേറ്റ് നിൽക്കാനുള്ള ഒരു ഇത് കാണും. നിങ്ങളവരെ വീഡിയോ ഒക്കെ കാണും, ഞാനും കുറച്ച് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കാണുന്ന വീഡിയോ, ആ കരയുന്ന അമ്മയുടെയൊക്കെ വീഡിയോ ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒരു വീഡിയോ പുറത്തു വിട്ടായിരുന്നല്ലോ ഒരു അമ്മയുടെ, അതിൽ അമ്മ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു നേരമൊക്കെ ഭക്ഷണം തരുന്നില്ലടി, വെള്ളമൊന്നും ഇല്ലാന്ന്. അതിലെ വാസ്തവം എന്തായിരുന്നു? വെള്ളം കൊടുക്കില്ല. അതാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ള ഒരു വീഡിയോയ്ക്കകത്ത് നല്ല സ്മെല്ലാണ്, ഞാൻ തന്നെ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് ഇവർ ഈ ബാത്റൂമിൽ കയറിയിട്ട് വരുമ്പം ഒരു 2-3 ബക്കറ്റ് വെള്ളം ഒഴിച്ചെങ്കിലേ ഈ സ്മെല്ല് പോകുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കാതിരുന്നാൽ നമ്മുടെ യൂറിനൊക്കെ നല്ല മണമായിരിക്കും. അത് കറക്റ്റാണ്, വെള്ളം ഒട്ടും കൊടുക്കില്ല. പിന്നെ തന്നെയല്ല, നമ്മൾ അവിടെ ഒരു വെള്ളം കൊണ്ടുവയ്ക്കേണ്ടതാണ് അവർക്ക് കുടിക്കാൻ. അവരെ ആവശ്യാനുസരണം വെള്ളം കുടിക്കണം. ഒന്നാമത് പ്രായമായി വരിക, പിന്നെ പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവർ മെഡിസിൻ കഴിക്കുമ്പം അതിൻ്റെ കൂടെ കൂടുതൽ വെള്ളം കുടിച്ചെങ്കിലേ ഈ മെഡിസിൻ്റെ ഒരു എഫക്റ്റ് നമ്മളുടെ ബോഡിയെ ബാധിക്കാതിരിക്കൂ. അങ്ങനെയൊന്നും അവർ ചെയ്യാറില്ല. ശരിക്കും ഈ പ്രായമായവരെ അവരിൽ ഒരു അമ്മയെ ഒട്ടും വൃത്തിയില്ലാതെ നോക്കി മലമൂത്ര വിസർജിച്ച് കിടത്തിയെന്ന് പറഞ്ഞില്ലേ? അതെ, സംഭവം അത് ആള് വളരെ വയലൻ്റാണ്. വയലൻ്റായ ഒരാളെ ഒറ്റയ്ക്കൊരു റൂമിൽ, അതായത് കിണറിൻ്റെ ഭാഗത്തുനിന്ന് ഇവർ ഫുഡ് കഴിക്കുന്ന അമ്മമാർ ഫുഡ് കഴിക്കുന്ന ആ ഒരു മിസ്സില്ലേ, അതിൻ്റെ ബാക്കിലായിട്ടാണ്, കിണറിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ അമ്മ ഒറ്റയ്ക്ക് കിടത്തിയിരിക്കുന്നത്. പക്ഷെ ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് CI പറഞ്ഞിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. മലമൂത്ര വിസർജനത്തിൽ കിടക്കുക. ഈ ഗിരിജ മാഡത്തിൻ്റെ മകള് വർഷയാണ് അന്നദാനത്തിൻ്റെ അന്ന് വൈകുന്നേരം അവിടെ വൃത്തിയാക്കിയത്. ഞാൻ അവരെ അറിയിച്ചു, അയ്യോ അന്നേരം നിങ്ങൾ അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് എന്നോട് പറഞ്ഞു, ആ ഭാഗത്തേക്ക് പോകണ്ട. പിന്നെ ഭയങ്കര ബഹളമൊക്കെയാണ്. ബഹളം കേൾക്കുമ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്, ഭയങ്കര ബഹളമാണല്ലോ ചേച്ചി, മാഡം ഇതിപ്പോൾ എന്താ ചെയ്യുക, അത് നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, നല്ല സ്മെല്ലാണ്. പിന്നെ ഈ കിണറിൻ്റെ ഭാഗത്ത് നിന്നിട്ട് വല്ലപ്പോഴേ ഞാൻ ചെന്നിട്ട് ഒരു പ്രാവശ്യം വൃത്തിയാക്കിയിട്ടുള്ളൂ. വൃത്തിയാക്കിയിട്ടില്ല. അതുപോലെ അവിടെ കുട്ടികൾക്ക് പീഡനം ഏൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞല്ലോ. ഈ 3 കുട്ടികളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലെ മൂത്ത കുട്ടികളെ ഇരട്ടകളിൽ ഒരു കുട്ടിയാണ് പറഞ്ഞത്, ഞങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ചേച്ചി അടിക്കുമെന്ന്. അവളെ അടിക്കുമെന്നാണ് പറഞ്ഞത്. അവളെ അവിടെ ഇപ്പൊ ഈ CCTV ഒക്കെ ഉണ്ടാവില്ല, ഇത് അടിക്കുന്നൊന്നും കാണില്ല. ഈ CCTV ഈ മരുമകൻ അത് പ്ലഗ് ഊരി മാറ്റും. അവിടെ എന്തെങ്കിലും വിശേഷമുള്ള ഉണ്ടെങ്കിൽ പ്ലഗ് കുത്തിവെക്കും.
അതല്ലേ എന്നോട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. അന്ന് അവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ പരാതി കൊടുത്തിരുന്നു. ഇപ്പം ഞാൻ ഇന്ന് ലക്ഷ്മിയുടെ വീട്ടിൽ വരെ പോയിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയുടെ അച്ഛൻ കാണാൻ. അപ്പം ഈ ലക്ഷ്മിയുടെ വീഡിയോയും ഈ അമ്മ കരയുന്ന വീഡിയോ മാത്രമേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊടുമൺ സ്റ്റേഷനിൽ CIയെ കാണിച്ചിരുന്നുള്ളൂ. അപ്പം CI രാത്രി ചെന്നപ്പം ഇത് പറഞ്ഞ് കാണുമായിരിക്കാം. അതിൻ്റെ പുറത്ത് കുറേ ദിവസം ലക്ഷ്മിക്ക് ഫുഡൊന്നും കൊടുത്തിട്ടില്ലായിരുന്നെന്ന് ലക്ഷ്മി തന്നെ അച്ഛനോട് പറഞ്ഞു. ലക്ഷ്മിയുടെ സംഭവം എന്തായിരുന്നു? ലക്ഷ്മിയുടെ സംഭവം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി കൈയും കാലും ഒക്കെ ഇങ്ങനെ വ്രണമായിട്ടിരിക്കുക, കരപ്പൻ പോലെ. അത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങോട്ട് സംഭവിച്ചാണെന്നാണ് പറയുന്നത്. അപ്പോൾ ലക്ഷ്മിയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അതെല്ലാം മാറി ഇതായിട്ട് വന്നത്. അപ്പോൾ അവർ അച്ഛന് അറ്റാക്ക് വന്നിട്ട് രണ്ടുപേരും മെഡിക്കൽ കോളേജിൻ്റെ 2 സെഷനിൽ 2 വാർഡിലായിട്ട് കിടന്നതായിരുന്നു. അപ്പം മകളെ ഡിസ്ചാർജ് ആയപ്പം കരുണ എന്ന് പറയുന്ന ഒരു ഓർഫനേജിൻ്റെ ഓൾഡ് ഏജ് ഹോമിൻ്റെ ഡയറക്ടറാണ് ഇവിടെ സ്ത്രീകളെ നിർത്താൻ പറ്റില്ല, അതുകൊണ്ട് പിന്നെ നിങ്ങൾ ഇന്ന സ്ഥലത്തേക്കാക്ക്, അവിടുന്ന് ആൾക്കാർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം അവിടുന്ന് ഈ ജീവമാതേന്ന് ആൾക്കാർ വിളിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. ലക്ഷ്മിയുടെ അച്ഛന് സുഖമായി വന്നിട്ടുണ്ടായിരുന്നേ അച്ഛനും മകളും സ്വന്തം വീട്ടിൽ തന്നെ താമസിച്ചേന്. എങ്ങനെ മരിച്ചെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് ഞാൻ ലക്ഷ്മിയുടെ അച്ഛനെ കാണാൻ പോയിരുന്നു. ലക്ഷ്മിയുടെ അച്ഛൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ വേറൊരു മീഡിയ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരത് പുറത്തു വിടും. പക്ഷേ ലക്ഷ്മിയുടെ അച്ഛൻ പറഞ്ഞത് ലക്ഷ്മി അവിടെ വന്നിട്ട് ഏതോ ഒരു സ്ത്രീ വന്നു അന്വേഷിക്കാനാ വന്നേന്നാണ് പറഞ്ഞത്. അത് ഞാൻ തന്നെ ആയിരിക്കണം. അപ്പം അവിടെ വന്നിട്ട് വീഡിയോ എടുത്ത്, കാരണം കൊടുമൺ സ്റ്റേഷനിൽ ഞാൻ വീഡിയോ കൊടുത്തില്ലായിരുന്നു, കാണിച്ചിരുന്നു. അപ്പം ആ വീഡിയോ എടുപ്പിച്ചു. അവരോട് പരാതി പറഞ്ഞു, എന്തൊക്കെയോ തരുന്നില്ല, ഫുഡ് കൊടുക്കുന്നില്ല, വൃത്തിയാക്കുന്നില്ല, ചൂടുവെള്ളം തരുന്നില്ല എന്നൊക്കെ. അപ്പം കുറച്ച് ദിവസം ആഹാരമൊന്നും കിട്ടാതിരുന്ന് കുട്ടിക്ക് കൊടുക്കാതാണോ ഒന്നും എനിക്കറിയില്ല. പിന്നെ അവരച്ഛൻ പറയുന്നത് ലക്ഷ്മി എങ്ങനെ വീണു, കാലൊക്കെ തലയൊക്കെ പൊട്ടിയിട്ടാണ് ലക്ഷ്മിയെ ചെല്ലുന്നതെന്ന്. അങ്ങനെ ലക്ഷ്മിയുടെ അച്ഛൻ ഒരു ദിവസം അവിടെ ഇരുന്നപ്പം ഡിസ്ചാർജ് ആയിട്ട് വന്ന് അവിടുത്തെ മെമ്പറൊക്കെയാണ് ഇവരച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനെ ലക്ഷ്മിയുടെ അച്ഛന് രാവിലെ കോള് വരുന്നു, നിങ്ങളുടെ മകളെയും കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുക, പിന്നെ നിങ്ങളവിടെ നിങ്ങളവിടെ കാണണമെന്ന് പറഞ്ഞ്. അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പം പറഞ്ഞ് അത് ഞങ്ങൾ വന്നിട്ട് പറയാമെന്ന്. എന്നിട്ട് നിങ്ങളുടെ മകളെ ഞങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ മകള് ഞങ്ങൾക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് വീഡിയോ എടുക്കാൻ സമ്മതിച്ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് റോഡ് സൈഡിലാണ് വീട്. ഈ റോഡിൽ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറക്കി അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞ് എന്തോ കാര്യം എന്ന് പറഞ്ഞപ്പം ഈ മരുമകനായിരുന്നു ഈ വണ്ടി ഓടിച്ചിരുന്നത്. പിന്നെ വർഷയും, അതായത് മകളും. ഇപ്പം ഈ ലക്ഷ്മിയുടെ അച്ഛൻ്റെ അടുത്ത് പോകുന്നത് വരെ എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ മകള് വർഷയെന്ന് പറയുന്ന കുട്ടി ഏറ്റവും നല്ല കുട്ടിയായിരുന്നു. കാരണം ഈ വയലൻ്റ് ആവുന്ന അമ്മയൊക്കെ കുളിപ്പിച്ചേം വൃത്തിയാക്കിയതും അവിടെ വൃത്തിയാക്കിയതൊക്കെ ആ കുട്ടിയായിരുന്നു. അപ്പം ഇന്ന് എനിക്ക് ആ ഒരു തീരുമാനമേ, എൻ്റെ ആ മനസ്സിലുള്ള ആ ഒരു പിക്ചറേ മാറി. കാരണം വർഷയും കൂടി വന്നിട്ട്, വർഷയും ഉദയഗിരിജിയും മാഡവും കൂടി ആണ് അവിടുന്ന് ഒരു ഫോം ഈ ലക്ഷ്മിയുടെ അച്ഛനെ കൊണ്ട് സൈൻ ചെയ്ത് മേടിച്ച് ആ പേഷ്യൻറ്റിനെ അവിടുന്ന് റിലീസ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പം ഈ ലക്ഷ്മിയുടെയൊക്കെ ബോഡി വീണ്ടും റീപോസ്റ്റ്മോർട്ടം, ഇതിപ്പോൾ അടക്കം ചെയ്തതാണ്, എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അവിടെ ഈ വിവാഹത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പോ അവിടെയുള്ള ഒരു അന്തേവാസിയെ തന്നെയാണ് ഉദയഗിരിജ മകന് വിവാഹം ചെയ്തു കൊടുത്തത്. അത് ഭയങ്കര വാർത്തയായിരുന്നു, മനസ്സിന്റെ ഉടമ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ശരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റുമോ ചേച്ചി? അതിനെ കുറിച്ച് കുറെ അന്വേഷണം നടത്തി എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഞാൻ 3 വർഷമായിട്ട് ഇതിന്റെ അന്വേഷണത്തിലാണ്. ഓരോ പ്രാവശ്യവും ഞാൻ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കും. എനിക്ക് ഈ ജനങ്ങളെയാണ് വിശ്വാസം ഇവിടുത്തെ. കാരണം ഇവിടെ ഇവിടുത്തെ ഓരോ പാർട്ടിക്കാരെയും അധികാരത്തിലേറ്റുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. കൊടുമൺ സ്റ്റേഷനിൽ എനിക്കെതിരെ ഒരു പരാതി പോയി തിരിച്ചു വന്നപ്പോൾ ഇങ്ങനൊരു കേസാണെന്ന് അറിഞ്ഞപ്പം എനിക്കൊരു സംഘടനയുണ്ട്, സഖി എന്ന് പറഞ്ഞ. സഖി ഒരു വുമൻ ക്ലബ്ബാണ്. അപ്പം അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. ഇനി കമൻ്റ് ആരും ഇടണ്ട, ജനറൽ സെക്രട്ടറി എന്തിനാ അങ്ങനെ പോയെന്ന്. പോകേണ്ട സാഹചര്യം വന്നാൽ ആരാണെങ്കിലും പോകും, പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും പോകും. അപ്പം ഈ സഖിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുമാരി ജയ മേഡമാണ്, ട്രിവാൻഡ്രം കോർട്ടിലെ അഡ്വക്കേറ്റാണ്.
അപ്പം പുള്ളിക്കാരത്തിയെ ഞാൻ വിളിച്ചപ്പം പുള്ളിക്കാരത്തി പറഞ്ഞത് ഇപ്പോൾ ഒന്നിനും മുതിരണ്ട, സൈൻ ചെയ്ത് പോകുക, കോംപ്രമൈസ് ചെയ്ത് ഇറങ്ങി വരൂ, ഈ എവിഡൻസ് ഒക്കെ സൂക്ഷിച്ചു വെക്കണം, നമുക്കൊരു സമയം കിട്ടും, എപ്പോഴെങ്കിലും പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്ത് പബ്ലിക് ഏറ്റെടുക്കുമ്പം നമുക്ക് നിയമ നടപടി സ്വീകരിക്കാം. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നതും. ഇപ്പം ഈ വിവാഹമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല ഒരു വീഡിയോയിലും. അത് നമ്മുടെ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ആകെ ആഗ്രഹിച്ചത് ജനങ്ങൾ ഇത് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറേ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ. ഇൻസ്റ്റയിൽ ഈ 2022 ഇട്ട അമ്മ കരയുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ CI ഡിലീറ്റ് ചെയ്ത് കളയിക്കാഞ്ഞത്. ബാക്കി അന്നിട്ട പോസ്റ്റുകളും വീഡിയോകളും മൊത്തം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഈ വിവാഹത്തെക്കുറിച്ച് എൻ്റെ ഒരു അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇങ്ങനെയുള്ള അനാഥാലയങ്ങളിൽ 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ചിൽഡ്രൻസ് ഹോമുകളിൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് ചിൽഡ്രൻസ് ഹോമുകളിൽ, അല്ലെങ്കിൽ CWC ഏറ്റെടുത്ത് സ്പോൺസർ ചെയ്യുന്ന, അത് അവരുടെ ശുപാർശയിൽ വരുന്ന പ്രൈവറ്റ് അനാഥാലയങ്ങളിൽ, അനാഥാലയം എന്നും ആ വാക്ക് ഉച്ചരിക്കാൻ പാടില്ല, അവർക്കാണ് എല്ലാവരും ഉള്ളത്, ഗവൺമെൻറ്റാണ് അവരുടെ ഗാർഡിയൻ. 18 വയസ്സ് വരെ അവരെ അവിടെ നിർത്താം, അവർക്ക് +2 വരെ പഠിക്കാം. ഈ 18 വയസ്സ് കഴിയുന്ന മുറയ്ക്ക് CWC ആയിട്ട് ബന്ധപ്പെട്ടല്ലേ ആരാണോ അവരെ അവിടെ കൊണ്ടാക്കിയത്, അവരെ അവിടത്തേക്ക് നിർത്താൻ ശുപാർശ ചെയ്തത്, റെക്കമെൻഡ് ചെയ്തത്, ആ വ്യക്തിക്ക് ലെറ്റർ കൊടുത്തിട്ട് ഡി സ്ഥാപനം ആ വ്യക്തിക്ക് ലെറ്റർ കൊടുത്തിട്ട് അവിടുന്ന് മാറ്റി ആഫ്റ്റർ ഹോമിലേക്ക് മാറ്റണം. 22 വയസ്സ് വരെ ആഫ്റ്റർ ഹോമിൽ നിൽക്കാം. അവർക്ക് തുടർന്ന് പഠിക്കാനും തുടർ പഠനത്തിനും, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും കോഴ്സുകൾ ചെയ്യാനോ, അല്ലെങ്കിൽ മാരേജ് അവിടെ വെച്ച് നടത്തപ്പെടും. 22 വയസ്സുള്ളവർക്ക് വിവാഹം കഴിക്കാമല്ലോ. അതും അല്ലെങ്കിൽ 22 വയസ്സ് കഴിഞ്ഞാൽ അവരെ മഹിളാ മന്ദിരത്തിലേക്കാണ് മാറ്റുന്നത്. ഇതിപ്പം ചിൽഡ്രൻസ് ഹോമിൽ എന്തായാലും കുട്ടികളാണ്, അവരെ വിവാഹം കഴിച്ച് കഴിക്കാനുള്ള റൂൾസ് ഇല്ല. അങ്ങനെ വരുവാണെങ്കിൽ തന്നെ അവർക്ക് ആഫ്റ്റർ ഹോമിൽ നിന്ന് മാത്രമേ ഒരു പയ്യന് വന്ന് അപേക്ഷ കൊടുക്കണം. വിവാഹത്തിനായിട്ട് ഒരാൾ ഇഷ്ടപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവർ അപേക്ഷ കൊടുക്കേണ്ട അവിടെയാണ്. ആഫ്റ്റർ ഹോമിൽ വിവാഹം കഴിക്കാൻ വരുന്ന പയ്യൻ്റെ വിദ്യാഭ്യാസം, ജോലി, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, മറ്റ് സാമ്പത്തിക ഭദ്രത, ഇതെല്ലാം കാണിച്ച് അപേക്ഷ കൊടുക്കണം. ഈ അപേക്ഷ സൂപ്രണ്ട് ജില്ലാ ഓഫീസറിനെ അയക്കും. ജില്ലാ ഓഫീസർ പ്രൊബോഷണറി ഓഫീസർ എന്നും പറഞ്ഞ ഒരു തസ്തികയുണ്ട്, അവിടേക്കാണ് റെഫർ ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ ചുമതലയാണ്, ഈ ഓഫീസറുടെ ചുമതലയാണ് ഇത് അന്വേഷിക്കുക. പൂർണ്ണമായും ഈ പയ്യൻ്റെ ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ ജോലി, മറ്റു കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എല്ലാം ചെക്ക് ചെയ്യും. അത് നല്ലതാണെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു നല്ല റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കളക്ടറിലേക്ക് പോകുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഹോം അങ്ങനെയൊക്കെയുള്ള ഈ പ്രസ്ഥാനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ രക്ഷാധികാരി കളക്ടറാണ്. കളക്ടറുടെ മേശയിൽ വന്ന് അത് ഗുഡ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം സൈൻ ചെയ്തിട്ട് വേണം വീണ്ടും ഈ സൂപ്രണ്ടിലേക്ക് പോകാൻ. ഈ സൂപ്രണ്ടാണ് ലെറ്റർ റിലീസ് ചെയ്യുന്നത് ഈ സ്ഥാപനങ്ങളിലേക്ക്. എന്നാൽ മാത്രമേ അവർക്ക് വിവാഹം നടത്താൻ പാടുള്ളൂ. എന്തായാലും 18 വയസ്സുള്ള ഒരു കുട്ടിക്ക് വിവാഹം നടക്കണമെങ്കിൽ എന്തായാലും 18 കഴിഞ്ഞ് 19 അടുക്കും. കാരണം പെട്ടെന്ന് നമ്മളെപ്പോലെ, നമ്മുടെ വിവാഹം പോലെ പോയി നാട്ടുകാരുടെ അടുത്ത് അന്വേഷിച്ച് വരികയല്ല. മാസങ്ങളോളം അവർ സെർച്ച് ചെയ്ത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കണ്ടുപിടിച്ചാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. പിന്നെ വിവാഹം നടക്കുന്നത് മുറ രക്ഷാധികാരി കൂടിയായ കളക്ടറുടെ സാന്നിധ്യത്തിലും, പിന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇപ്പം സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ, നീതി വകുപ്പിൻ്റെ മിനിസ്റ്ററും കൂടിയായ ആ സമയത്ത് ആരാണോ ആ മിനിസ്റ്റർ, അദ്ദേഹത്തിൻ്റെ സമക്ഷത്തിലും, പിന്നെ രാഷ്ട്രീയ നേതാക്കൾ, MLA മാർ, ആ ഭാഗത്തെ MLA, MP മാർ, പ്രാദേശിക നേതാക്കൾ. പിന്നെ ഇതിനകത്ത് വേറൊരു റൂൾസ് ഉണ്ട്. അതായത് അനാഥാലയം നടത്തുന്ന വ്യക്തിയുടെ, ഇങ്ങനെയുള്ള ഹോമുകൾ നടത്തുന്ന വ്യക്തികളുടെ ബന്ധുക്കളെ കൊണ്ട്, മകനോ മകളോ ആരോ ആവട്ടെ, അവരുടെ റിലേഷനിൽപ്പെട്ട ആരും കൊണ്ടും വിവാഹം കഴിപ്പിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഒരു നിയമം നിലനിൽക്കെയാണ് ഇവർ ഇങ്ങനെ ഒരു വിവാഹം നടത്തിയിരിക്കുന്നത്.
അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഇത് സർക്കാരാണ് പിന്നെ വാദിയായിട്ട് വരേണ്ടത്, പ്രതി ചേർക്കപ്പെടേണ്ടത് ഇവരെയുമാണ്. ഇതിനകത്തിപ്പം ഇതിന് ആരൊക്കെയാണോ ചുക്കാൻ പിടിച്ചിരിക്കുന്നത്, കാരണം ഇത് ഗിരിജ മാഡം പറയുന്നുണ്ട് CWC ചെയർമാനാണ് പുള്ളിക്കാരത്തിക്ക് പിന്നെ പെർമിഷൻ കൊടുത്തതെന്ന്. 5 വർഷം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായി 5 വർഷത്തേക്ക് മാത്രം ഒരു ഒരു സ്ഥാനം ലഭിക്കുന്ന അദ്ദേഹത്തിന് ഒരിക്കലും ഗവൺമെന്റ് സ്ഥാപനമായ, അതും ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ രക്ഷാധികാരിയായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിലെ കുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ ഒരു നിയമം അനുശാസിക്കുന്നില്ല. അതിനെതിരെ അന്തേവാസികള് ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് മർദ്ദനമേൽക്കുന്നുണ്ട് അവിടെ നിന്ന്. അമ്പിളിയെ ഉപദ്രവിക്കും. അമ്പിളി പറഞ്ഞ എന്നെ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അമ്പിളി എന്ന് പറഞ്ഞാൽ അവിടെ സെർവൻ്റ് ഇല്ല, സെർവൻറ്റിന് പകരം അവിടുത്തെ ജോലികൾ ചെയ്യിക്കുന്നതാ. അങ്ങനെ അന്തേവാസിയാണ്, അത് CWC വഴി വരുന്നതാണ്. പിന്നെ ഇവരുടെ ഏരിയയിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ കുട്ടികൾ പിന്നെ അവിടെ എത്തിയിട്ടുള്ളത് ഈ പ്രദേശത്ത് നിന്നാണ്. നിർദ്ധരാണ് ഇവിടെ താമസിക്കുന്ന ആൾക്കാർ കൂടുതലും. ഏജന്റ് ഉണ്ട്. അതിൽ CWC ചെയർമാൻ എന്നുള്ള പങ്ക് അന്വേഷിക്കണം. അതായത് ഈ 4 വർഷത്തിന് മുമ്പ് എത്തിക്കുന്നത് അവരുടെ പരിധിയിൽപ്പെട്ട ആൾക്കാരാണ് വരുന്നത്. പിന്നെ CWC ചെയർമാന്റെ സാമ്പത്തിക ഭദ്രത അത് അന്വേഷിക്കപ്പെടണം. കാരണം 4 വർഷത്തിന് മുമ്പ് അദ്ദേഹം കയറുമ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ സാമ്പത്തികവും ഇപ്പോൾ നിലവിലുള്ളതും അന്വേഷിക്കണം. പിന്നെ ഇങ്ങനെയൊക്കെ ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ടും ഇതുവരെ മാധ്യമങ്ങൾക്ക് മുമ്പിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ ഒരു റിപ്പോർട്ട് കൊടുക്കാനോ മുമ്പിൽ വന്ന് സംസാരിക്കാനോ ഒരു ഇത് കാണിക്കാത്ത നമ്മുടെ ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഡയറക്ടർ സിനുസാറിന് ഇതിനകത്തുള്ള പങ്ക് അല്ലെങ്കിൽ വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തി ഇവർക്ക് വേണ്ട നടപടി എടുക്കണം. കൂടാതെ ഈ ഒരു മൂലധനം പോലും ഇല്ലാത്ത ഈ ഒരു വ്യക്തി ഇത്രയും വലിയൊരു പ്രസ്ഥാനം പടുത്തുയർത്തിയതിൻ്റെ പിന്നിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ അല്ലെ ഇതിനകത്ത് വന്ന സാമ്പത്തികം അത് അന്വേഷിക്കപ്പെടണം. കൂടാതെ ഈ അനാഥാലയം സർക്കാർ ഏറ്റെടുക്കുകയും ഈ ഫണ്ട് ഇതിനകത്തുള്ള സ്വത്തുവകകൾ ഒരുപാട് ഭൂമികളൊക്കെ ഉണ്ടെന്ന് പറയുന്നു, അതൊക്കെ സർക്കാരിലേക്ക് കണ്ടുകെട്ടേണ്ടതുമാണെന്നാണ് എൻ്റെ അപേക്ഷ.